ലോകം ഞെട്ടിയ ആ 7 മിനിറ്റ്. സിനിമാ കഥകളെ വെല്ലുന്ന മോഷണം, അതും പട്ടാപ്പകൽ. കനത്ത സുരക്ഷ മറികടന്ന് 4-അംഗ സംഘം പാരീസിലെ ചരിത്രപ്രസിദ്ധമായ ലൂവ് മ്യൂസിയത്തിൽ കടന്നതെങ്ങനെ? എങ്ങനെയാണ് വൻകൊള്ള ആസൂത്രണം ചെയ്തത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ലൂവ് മ്യൂസിയത്തിന്റെ ചരിത്രം എന്നിവ പരിശോധിക്കുകയാണ് ടൈം ക്യാപ്സൂൾ. ചരിത്രത്താളുകളിലൂടെ ഒരു യാത്ര. ഒക്ടോബർ 19 രാവിലെ 9:30. സീൻ നദിക്കരയ്ക്ക് സമീപമുള്ള ലൂവ് മ്യൂസിയത്തിൽ സന്ദർശകർ എത്തിത്തുടങ്ങുകയായിരുന്നു. മ്യൂസിയം കാണാനെത്തിയ ഹോളി ബാർക്കറും ഭർത്താവും മുൻനിരയിൽ തങ്ങളുടെ ഊഴം കാത്തിരിക്കുകയായിരുന്നു. തിരക്ക് കൂടുന്നതിന് മുമ്പ് മൊണാലിസ ചിത്രം കാണണമെന്നായിരുന്നു ഉദ്ദേശ്യം. കൃത്യം 9:32 മ്യൂസിയം തുറന്നു. വേഴ്സൽസ് ഹാളിൽ കടന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ആ ദമ്പതികൾ. പെട്ടെന്നാണ് മുഖംമൂടിധാരികളായ 2 പേർ മ്യൂസിയത്തിനകത്ത് കയറിയത്. പിന്നീട് നടന്നത് 1911 ശേഷം ഏറ്റവും വലിയ കൊള്ള. ഒരു ക്രൈം സീനായി മ്യൂസിയം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. നെപ്പോളിയൻ ചക്രവർത്തിയുടെയും ഭാര്യമാരുടെയും ഉൾപ്പെടെ അമൂല്യമായ രാജകീയ രത്നങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള അപ്പോളോ ഗാലറിയിലാണ് മോഷണം നടന്നത്. സീൻ നദിക്ക് സമാന്തരമായുള്ള ഗാലറി ഓഫ് അപ്പോളോയുടെ ബാൽക്കണിയിലേക്ക് ഇലക്ട്രിക് ഏണി ചാരിവെച്ച് ജനൽ തകർത്ത് സംഘം അകത്ത് കയറി. 2 പേരാണ് അകത്ത് കയറിയത്. കിരീടവും ആഭരണങ്ങളും കൈക്കലാക്കി ജനൽ വഴി തന്നെ പുറത്തു കടന്നു. പുറത്ത് ബൈക്കിൽ കാത്തുനിന്ന 2 പേർക്ക് ആഭരണങ്ങൾ എറിഞ്ഞുകൊടുത്തു. മ്യൂസിയത്തിന്റെ അറ്റകുറ്റപ്പണി നടന്നുവരികയായിരുന്നു. മെയിന്റനൻസ് ജോലിക്കാരുടെ വേഷത്തിലാണ് സംഘം അകത്ത് കയറിയത്. കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാല തകർത്ത് മ്യൂസിയത്തിനുള്ളിൽ കടന്നു. സാവധാനം വജ്രാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് മോഷണം നടത്തി. സാധാരണ മോഷണങ്ങളിൽ നടക്കാറുള്ളതുപോലെ ഭീഷണിപ്പെടുത്തലോ അക്രമങ്ങളോ ഉണ്ടായിരുന്നില്ല. 3 മിനിറ്റ് 58 സെക്കൻഡ് മാത്രമാണ് സംഘം അപ്പോളോ ഗാലറിയിൽ ചെലവഴിച്ചത്. 9 വജ്രാഭരണങ്ങളാണ് ഇവർ കൈക്കലാക്കിയത്. ഇതിൽ ഒരെണ്ണം നിലത്ത് വീണുപോയി. അതെടുക്കാൻ അവർ മിനക്കെട്ടില്ല. സ്വർണത്തിൽ കൊത്തിയ പരുന്തുരൂപത്തിലുള്ള 1354 വജ്രങ്ങളും 56 മരതകങ്ങളുമുള്ള സ്വർണ്ണക്കിരീടമാണ് വീണുപോയത്. ബാക്കി 8 ആഭരണങ്ങളുമായി അതേ ലാഡറിലൂടെ ഇവർ പുറത്തിറങ്ങി. കാത്തുനിന്ന ബൈക്കിൽ ചീറിപ്പാഞ്ഞു. തുടർന്ന് കാറിലേക്ക് സംഘം മാറി. മ്യൂസിയത്തിന്റെ സുരക്ഷാ വീഴ്ചയാണ് ഈ വൻ കവർച്ചയിലൂടെ തുറന്നു കാണിക്കപ്പെട്ടത്. മ്യൂസിയം മുഴുവനായും ക്യാമറ നിരീക്ഷണത്തിൽ ആയിരുന്നില്ലെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. മോഷണത്തിന് പിന്നാലെ മ്യൂസിയത്തിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ബാങ്ക് ഓഫ് ഫ്രാൻസിലേക്ക് മാറ്റി. 26 മീറ്റർ താഴെ ഭൂമിക്കടിയിലെ അറയിലാണ് ഇവ ഇനി മുതൽ സൂക്ഷിക്കുക. കവർച്ചാ സംഘത്തിന് മ്യൂസിയത്തിനകത്തുനിന്ന് തന്നെ സഹായം ലഭിച്ചു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. കൃത്യമായി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചും തന്ത്രപ്രധാന ഇടങ്ങളെക്കുറിച്ചും സംഘം കൃത്യമായ പഠനം നടത്തി കാണണം. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കവർച്ച നടത്തിയതെന്ന് ഫ്രഞ്ച് അധികൃതരും ശരിവെക്കുന്നു. മ്യൂസിയത്തിന്റെ 2ാമത്തെ നിലയിലെത്താൻ ഇവർക്ക് എങ്ങനെ ഇലക്ട്രിക് ലാഡറുള്ള ട്രക്ക് കിട്ടിയെന്നാണ് ഒന്നാമതായി ഉയരുന്ന ചോദ്യം. ട്രക്കിന്റെ ഗ്യാസ് ടാങ്കിൽ സംഘം തുളകളിട്ടിരുന്നു. തെളിവ് നശിപ്പിക്കാൻ ഇവർ ട്രക്ക് കത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. 2ാമതായി അറ്റകുറ്റപ്പണിക്കാർ ഉപയോഗിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് എങ്ങനെ കിട്ടി? ഏത് പെട്ടിയാണ് തകർക്കേണ്ടതെന്ന് ഇവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കൈവലിപ്പത്തിലുള്ള തുളകളുണ്ടാക്കി? തീപിടുത്തമുണ്ടായാൽ പോലും പെട്ടികൾ തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉപകരണങ്ങളാണ് കവർച്ചാ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നതെന്ന് മ്യൂസിയത്തിന്റെ അഗ്നിരക്ഷാ അധികൃതരും സാക്ഷ്യപ്പെടുത്തുന്നു. 140 തവണ ചുറ്റിക കൊണ്ടോ കോടാലി കൊണ്ടോ അടിച്ചാൽ പോലും തകർക്കാൻ കഴിയാത്ത പെട്ടികളിലാണ് മ്യൂസിയത്തിലെ അമൂല്യമായ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ പെട്ടികൾ എങ്ങനെ ഇത്ര കൃത്യമായി തകർക്കാനായി? അതും മിനിറ്റുകൾക്കുള്ളിൽ. മറ്റൊരു കാര്യം, മ്യൂസിയത്തിലെ ക്യാമറകൾ വളരെ പഴക്കം ചെന്നതായിരുന്നു. മ്യൂസിയം മുഴുവനായും ക്യാമറ നിരീക്ഷണത്തിൽ ആയിരുന്നില്ല. കവർച്ചാ സംഘം ഇത് കൃത്യമായി മനസ്സിലാക്കി കാണണം. ഒരു ഔട്ട്ഡോർ ക്യാമറ മാത്രമുള്ള ഏരിയയാണ് കവർച്ചാ സംഘം ഓപ്പറേഷനായി തിരഞ്ഞെടുത്തത്. നിർണായകമായ 4 മിനിറ്റ് മ്യൂസിയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പാരീസ് പോലീസ് ക്രൈം പ്രിവെൻഷന്റെ തലവനായ വിൻസെന്റ് അനേർനു പറഞ്ഞത് പോലീസിന്റെ 7 തെരുവ് ക്യാമറകളിലൊന്നിൽ കവർച്ചാ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞുവെന്നാണ്. എന്നാൽ അതാരും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് അലാം മുഴങ്ങിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. പുരാവസ്തു കൊള്ള നടന്നാൽ പിന്നീടുള്ള 48 മണിക്കൂർ നിർണായകമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനുള്ളിൽ അവ വീണ്ടെടുക്കുക പ്രധാനമാണ്. ത്രില്ലർ സീരീസുകളെ വെല്ലുന്ന ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെടാനുള്ള ധൃതിയിൽ കവർച്ചാ സംഘം അവശേഷിപ്പിച്ച തെളിവുകളും നിർണായകമായി. സ്മാർട്ടായിരുന്നെങ്കിലും
അവർ പരിചയസമ്പന്നർ ആയിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തിയത്. കവർച്ചാ ഗൂഢാലോചനയിൽ 30-കാരിക്ക് പങ്കുണ്ടെന്നും വിവരമുണ്ട്. 4-അംഗ സംഘത്തിന് കവർച്ചയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഫ്രഞ്ച് പോലീസിന്റെ നിഗമനം. പാരീസിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയമാണ് അറസ്റ്റ് നടന്നത്. അൾജീരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഒരാൾ പിടിയിലായത്. 2010 മുതൽ ഇയാൾ പാരീസിൽ സ്ഥിര താമസക്കാരനാണെങ്കിലും തൊഴിൽ രഹിതനാണ്. മറ്റൊരാൾ ഫ്രാൻസിൽ തന്നെയുള്ളയാളാണ്. 30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ ഫോണുകളും എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. 4-അംഗ സംഘത്തിന് പിന്നിൽ വൻ സംഘം തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ആസൂത്രകൻ ഉൾപ്പെടെ കൂടുതൽ പേർ അറസ്റ്റിലായെന്നാണ് പാരീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ലോറെ ബെക്കോ സ്ഥിരീകരിച്ചത്. 30-കാരിയായ സ്ത്രീയെയും അറസ്റ്റ് ചെയ്തുവെന്നും വിവരമുണ്ട്. കോടതിയിൽ ഇവരെത്തിയപ്പോൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. കവർച്ച നടന്ന അപ്പോളോ ഗാലറി ഇതുവരെ തുറന്നിട്ടില്ല. കവർച്ച ചെയ്യപ്പെട്ട $102 മില്യൺ വിലമതിക്കുന്ന ആഭരണങ്ങൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യമാരായ യൂജിനിയുടെയും മേരി ലൂയിയുടെയും ആഭരണങ്ങൾ, ലൂയി ഫിലിപ്പ് ഒന്നാമന്റെ ഭാര്യ മരിയ അമാലിയുടെ ആഭരണങ്ങൾ, ലൂയി ബോണപ്പാർട്ടിന്റെ ഭാര്യയായ ഹോർട്ടിനസിന്റെ ആഭരണങ്ങൾ തുടങ്ങി വിലമതിക്കാനാവാത്ത ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 8 അമൂല്യ വസ്തുക്കളാണ് നഷ്ടമായത്. യൂജിൻ ചക്രവർത്തിയുടെ കിരീടം മ്യൂസിയത്തിന് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 900 കോടി രൂപ വിലമതിക്കുന്ന രത്നങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. ലൂവ് മോഷണത്തിലൂടെ ഒരു ഇന്ത്യൻ വജ്രവും ലോകത്തിന്റെ ശ്രദ്ധയിലെത്തി. പീറ്റ് ഡയമണ്ട് അഥവാ റീജന്റ് എന്ന വജ്രമാണത്. തൊട്ടടുത്തുണ്ടായിട്ടും അവർ അത് മോഷ്ടിച്ചില്ല. ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്ന് 1698 ഇത് ഖനനം ചെയ്തെടുത്തത്. പാരീസിന്റെ അഭിമാനമാണ് ലൂവ് മ്യൂസിയം. 1546 ഫ്രാൻസിസ് ഒന്നാമന്റെ കീഴിൽ 12-ാം നൂറ്റാണ്ടിലെ ഒരു കോട്ടയുടെ സ്ഥാനത്താണ് ഈ രാജകീയ വസതി നിർമ്മിക്കപ്പെടുന്നത്. 1682 കോടതി വേഴ്സൈസിലേക്ക് മാറിയപ്പോൾ ഇതൊരു കൊട്ടാരമായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1793 ഇതൊരു മ്യൂസിയമാകുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഇത് പൊതു മ്യൂസിയമാക്കുന്നത്. നെപ്പോളിയൻ നോർത്തേൺ വിങ് നിർമ്മിച്ചു. 2 പ്രധാന വെസ്റ്റേൺ വിങ്ങുകൾ പൂർത്തിയാക്കി നെപ്പോളിയൻ മൂന്നാമൻ മ്യൂസിയം തുറന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ശേഖരങ്ങളായിരുന്നു ആദ്യകാലത്ത് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം. പിന്നീട് സംഭാവനകളിലൂടെ ഗാലറികൾ വൈവിധ്യം കൊണ്ടു നിറഞ്ഞു. 1989 IMPay രൂപകൽപ്പന ചെയ്ത വിവാദമായ സ്റ്റീൽ ഗ്ലാസ് പിരമിഡ് പ്രവേശന കവാടം തുറന്നു. 60,000 ചതുരശ്ര മീറ്ററിൽ 38,000-ലധികം ചരിത്രവസ്തുക്കളും 35,000 കലാസൃഷ്ടികളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതാദ്യമായിട്ടല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന ലൂവ് മ്യൂസിയത്തിൽ മോഷണം നടക്കുന്നത്. മൊണാലിസയുടെ ഉൾപ്പെടെ നിരവധി മോഷണങ്ങൾക്ക് മ്യൂസിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1911 ഛായാചിത്രം തൊഴിലാളിയായ വിൻസോ പെറൂഗി കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയിരുന്നു. ഇത് പിന്നീട് 2 വർഷത്തിനു ശേഷം ഫ്ലോറൻസിൽ നിന്ന് കണ്ടെത്തി. 1983 നവോത്ഥാന കാലഘട്ടങ്ങളിലെ 2 കവചങ്ങൾ മോഷണം പോയിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവ കണ്ടെത്താനായത്. ഫ്രാൻസിന്റെ അഭിമാന സ്തംഭമായ ലൂവ് മ്യൂസിയത്തിലുണ്ടായ മോഷണം വൻ രാഷ്ട്രീയ കോളിളക്കത്തിനും വഴിവെച്ചു. ഫ്രഞ്ച് സർക്കാരിന് വലിയ നാണക്കേടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രാൻസിന്റെ ചരിത്രത്തിനെതിരായ ആക്രമണമെന്നാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വിശേഷിപ്പിച്ചത്. സഹിക്കാൻ കഴിയാത്ത അപമാനമെന്ന് നാഷണൽ റാലി നേതാവ് ജോർദൻ ബാർദെല്ല. ഫ്രഞ്ച് ആത്മാവിനേറ്റ മുറിവാണിതെന്ന് ഫ്രണ്ട് നാഷണലിലെ മരീൻ ലെപ്പെൻ വിശേഷിപ്പിച്ചു. എന്തായാലും മോഷണത്തിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമല്ല. പാരീസ് പോലുള്ള നഗരത്തിലെ ഈ മോഷണം വൻ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടിന്റെ കൊള്ള എന്നാണ് മാധ്യമങ്ങൾ ഈ കവർച്ചയെ വിശേഷിപ്പിക്കുന്നതും.